1984 സിഖ് വിരുദ്ധ കലാപക്കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ കോൺഗ്രസ് MP സജ്ജൻ കുമാർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ദില്ലി തിഹാർ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മരണം. ആദിൽ പാലോടിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ആദിൽ, ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മരണം. എപ്പോഴാണ് മരണം സംഭവിച്ചത്? അല്പസമയം മുൻപാണ് മരണം സ്ഥിരീകരിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നിലവിൽ സജ്ജൻ കുമാർ 1984 സിഖ് വിരുദ്ധ കലാപ കേസിൽ ശിക്ഷിക്കപ്പെട്ട് തിഹാർ ജയിലിൽ കഴിയുകയായിരുന്നു. അതിനിടെയാണ് കലശലായ രോഗം ബാധിക്കുകയും പിന്നീട് മരണത്തിലേക്ക് എത്തുകയും ചെയ്തത്. 80 വയസ്സായിരുന്നു പ്രായം. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തുകയായിരുന്നു. പക്ഷേ മരണം സ്ഥിരീകരിച്ചു അപ്പോഴേക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. 1984 ഒക്ടോബർ 31 മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അവരുടെ സിഖ് അംഗരക്ഷകരാൽ കൊല്ലപ്പെട്ടു. അതിനുശേഷം വലിയ സിഖ് കലാപം പൊട്ടിപ്പുറപ്പെട്ടു. പ്രത്യേകിച്ച് ഈ ദില്ലിയിലായിരുന്നു, രാജ്യ തലസ്ഥാനത്തായിരുന്നു കൂടുതൽ ക്രൂരതകൾ നടന്നത്. 3000-ലധികം സിഖുകാരാണ് അന്ന് കൊല്ലപ്പെട്ടത്. പ്രധാനമായും ദില്ലിയിലാണ് ആ പ്രശ്നങ്ങൾ ഗുരുതരമായി ബാധിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നവംബർ 1-2 തീയതികളിൽ ആ വർഷത്തിൽ പാലം കോളനി പ്രദേശത്ത് നടന്ന കലാപത്തിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തെ തുടർന്നാണ് ഇപ്പോൾ സജ്ജൻ കുമാറിനെതിരെ അന്ന് കേസെടുത്തിരുന്നത്. പിന്നീട് കേസ് വർഷങ്ങളോളം നീണ്ടു. 2018 ഡിസംബർ 17 സജ്ജൻ കുമാറിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. തിഹാർ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു. ജീവപര്യന്തം അനുഭവിച്ചു വരുമ്പോഴാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നത്. പിന്നീട് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. 80 വയസ്സാണ് പ്രായം. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ സജ്ജൻ കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകി.